നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ മധ്യസ്ഥ ചർച്ചയെ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ ആ ചർച്ച നീണ്ട 21 മണിക്കൂറിന് ശേഷം അലസിപ്പിരിയുകയായിരുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്തുന്നതിനുള്ള കാരണമായി അമേരിക്ക പറഞ്ഞത് തങ്ങളുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു. അതായത് ഇറാനോട് അമേരിക്ക ആണവായുധം നിർമ്മിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നും, എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല എന്നും, അതോടെ ചർച്ചകൾ വഴിമുട്ടി എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ യഥാർത്ഥ കാരണം അതല്ലായിരുന്നു എന്നാണ് പുതിയ വിവരം. അതായത് ഇറാനുമായുള്ള ചർച്ച പരാജയപ്പെടുത്തിയത് അമേരിക്കയ്ക്ക് എത്തിയ ആ ഒരു ഒറ്റ ഫോൺ കോൾ ആയിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക സമാധാന ചർച്ചകൾക്കിടെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിച്ച് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ധാരണയാകാതെ JD വാൻസും സംഘവും മടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാജിയുടെ ഈ വെളിപ്പെടുത്തലും എത്തിയത്. നെതന്യാഹുവിന്റെ ഇടപെടലോടെ അമേരിക്കയുടെ ശ്രദ്ധ ഇസ്രായേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലായി. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് ചർച്ചയിലൂടെ നേടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിച്ചതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് പങ്കെടുത്തതെന്നും അരാജി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് ശേഷം വാൻസ് നടത്തിയ പത്രസമ്മേളനം അനാവശ്യമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെതന്യാഹു വാൻസിനെ വിളിച്ചു എന്ന ആരോപണത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിലവിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി 9 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇസ്ലാമാബാദിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയാത്തവയാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്നും നിലവിലുള്ള യുറേനിയം ശേഖരം കൈമാറണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇത് അമേരിക്കയുടെ അവസാനത്തെയും മികച്ചതുമായ വാഗ്ദാനമെന്നാണ് വാൻസ് വ്യക്തമാക്കിയെങ്കിലും ഇറാൻ അത് നിരസിക്കുകയായിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പ് ബാരലിന് $119 ബ്രന്റ് ക്രൂഡ് ഓയിൽ വില നയതന്ത്ര ചർച്ചകളെ തുടർന്ന് $95 താഴ്ന്നിരുന്നു. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ വില വീണ്ടും $100 മുകളിലേക്ക് ഉയരുമെന്നാണ് സൂചന. നിലവിലെ പ്രതിസന്ധി അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാന് എതിരായ സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂമിയോ വിട്ടു നൽകില്ല എന്ന് സ്പെയിനും ഇറ്റലിയും പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളോട് സഹകരിക്കാൻ പല നാറ്റോ രാജ്യങ്ങളും തയ്യാറാകുന്നില്ല.